ഉപയോഗശൂന്യമായ മൾട്ടിവുഡ് കൊണ്ട് ഒരു 35 സെൻറ്റിമീറ്ററിൽ ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്ത് അതിൽ ഒരു പഴയ കേടുവന്ന ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ഒരു തേങ്ങ ചുരണ്ടുന്ന മെഷീനാണ് ഉണ്ടാക്കുന്നത്. അതിന് മൾട്ടിവുഡ് 2-3 പീസായിട്ട് ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ജോയിൻ്റ് ചെയ്ത് സൂപ്പറുകൾ ഉപയോഗിച്ചിട്ട് ജോയിൻ്റ് ചെയ്തിട്ട് അതിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് ഞാൻ ഉപയോഗിച്ചത് ഡ്രെയിനേജിന് വെള്ളം പോകുന്ന ഓടിൻ്റെ അടിയിൽ വരുന്ന ഡ്രെയിനേജിൻ്റെ പീസാണ്. അതിൻ്റെ ഒരു കഷ്ണം കട്ട് ചെയ്തെടുത്ത് ഇതെനിക്ക് ആക്രിപ്പീഡിയിൽ നിന്ന് കിട്ടിയതാണ്. അത് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്ത് അതിലോട്ട് സൂപ്പറുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ഒട്ടിക്കുന്നത്. ഈ സൂപ്പറുകൾ ഉപയോഗിച്ച് ഒട്ടിക്കുന്നതിൻ്റെ പുറത്ത് 2 ഇഞ്ച് സ്ക്രൂ ബ്ലാക്ക് ഡ്രൈവാൾ ഉപയോഗിച്ചിട്ട് അതും ഫിക്സ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടി ഒരു ഹോളും അടിച്ചിട്ടുണ്ട് ഫ്രണ്ടിലോട്ട്. അതിൻ്റെ ചിരയുടെ നാക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിരയുടെ നാക്ക് ഞാൻ വാങ്ങിച്ച് 160 രൂപയ്ക്കാണ്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ ഒരു സ്വിച്ച് വെക്കാനുള്ള ഒരു ഹോള് വെച്ച് അത് ഓൺ ഓഫ് ചെയ്യുന്നതിന് വേണ്ടി അതിലോട്ട് ബാക്ക് ഭാഗം പീസ് ചെയ്തത് സൂപ്പറുകൾ ഉപയോഗിച്ചിട്ട് താഴെ ചെറിയ 2 സ്ക്രൂവും കൊടുത്തിട്ടാണ്. ഇത് പ്രവർത്തിക്കാനായിട്ട് ഒരു 12 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്ററും ആവശ്യമുണ്ട്. അതിലോട്ട് പ്ലസ് മൈനസ് കൊടുത്ത് റൊട്ടേഷൻ നോക്കി കൊടുത്ത് ആ ഡ്രില്ലിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഞാനൊരു ത്രെഡ് റാഡ് വെൽഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്രയും വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു മെഷീന് ഉപയോഗിക്കാവുന്നതാണ്. എത്ര അതിലോട്ട് ലോഡ് കൊടുത്താലും ഒരു ദിവസം തന്നെ എത്ര തേങ്ങ ചിരണ്ടിയാലും അതിന് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒരു പവർ സപ്ലൈ കോഡ് വയർ ബാക്കിലൂടെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഫിറ്റ് ചെയ്തിട്ട് അത് ഡയറക്റ്റ് സ്വിച്ചിലോട്ട് ന്യൂട്രൽ ഫേസ് കണക്ട് ചെയ്ത് അതിൻ്റെ ഔട്ട് എടുത്തിട്ട് ഒരു അഡാപ്റ്ററിലോട്ട് കണക്ട് ചെയ്തിട്ടാണ് ഡ്രില്ല് പ്രവർത്തിപ്പിക്കുന്നത്. അത് ഞാൻ സോൾഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് സ്വിച്ച് ഫിറ്റ് ചെയ്ത് ഇപ്പോൾ പവർ എത്തിയിട്ടുണ്ട് അതിലോട്ട്. ഇനി ആ കവർ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ 2 സ്ക്രൂ അതിലോട്ട് ബോഡിയിലോട്ട് ഫിറ്റ് ചെയ്യണം. നമുക്ക് കാണാൻ നല്ല വൃത്തിയുള്ള ഒരു ക്യാബിനായിട്ടാണ് ഇത് തോന്നുന്നത്. ഇനി ആ തേങ്ങ ചിരവൻ്റെ നാക്ക് അതിലോട്ട് ഫിറ്റ് ചെയ്തു. ത്രെഡ് റാഡിലോട്ട് കയറ്റി വെച്ച് ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് അതിൽ കയറി വന്നിട്ടുണ്ട്. ഓൺ ഓഫ് ചെയ്യുമ്പോൾ നല്ല സ്മൂത്തായിട്ട് കറങ്ങുന്നുണ്ട്. നമ്മൾ കൈയൊന്നും പിടിച്ച് കൈയിനൊന്നും സ്ക്രാച്ചൊന്നും ആവുന്നില്ല. ഇനി ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇനി തേങ്ങ ചുരുണ്ടുന്നതാണ് കാണിക്കാനുള്ളത്. പവർ ഓൺ ചെയ്തിട്ടുണ്ട്. തേങ്ങ ചുരുണ്ടുന്നതാണ്. നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തേങ്ങ ചുരണ്ടിയെടുക്കാവുന്നതാണ്. ഇതിന് ഒരു 2 മിനിറ്റ് കൊണ്ട് ഒരു തേങ്ങ ചുരണ്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് എടുക്കാനും പറ്റുന്നുണ്ട്. നല്ല സ്മൂത്തായിട്ട് നല്ല ജർക്കിംഗ് ഒന്നും ഇല്ലാതെ തന്നെ കിട്ടുന്നുണ്ട്.
നല്ല രീതിയിൽ യൂസ്ഫുള്ളായൊരു മെഷീനാണത്. വീടിന് ഒക്കെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചാൽ പിന്നെ മെയിൻ്റനൻസ് ഇല്ലാതെ കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും ഇത്. ഇതുപോലത്തെ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പല യൂസ്ഫുള്ളായ വീഡിയോയും ഇതിന് ശേഷം ഉണ്ടാവുന്നതാണ്.